ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് നമ്മളുടെ ഡ്രോണിൻ്റെ ലൈസൻസ് കിട്ടിയത്. ഡ്രോണാണ് മാവിക് എയർ. ഡ്രോൺ ലൈസൻസ് കിട്ടിയിട്ട് ഇതേവരെ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. ഡ്രോണിലെ ലൈസൻസ് കാർഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ വെച്ച് ഇന്നലെ ഞാൻ മറന്നുപോയി. ആദ്യം അവിടെ പോയി അത് പിക്ക് ചെയ്യണം. അതിന് മുമ്പ് ജോബിഷിനെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാണ്. പിന്നെ മാത്രമല്ല ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ട്. Q3 പൊളിയാണ്. ജസ്റ്റ് ഇന്ന് ഇങ്ങോട്ട് കിട്ടിയതേ ഉള്ളൂ. ഇന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കിട്ടിയതേ ഉള്ളൂ. ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കിട്ടിയതേ ഉള്ളൂ. ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്തൊക്കെ പോകണം. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് ഡ്രോൺ ഒക്കെ ഒന്ന് പറത്തി കളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആദ്യം ജോബിൻ്റെ അടുത്ത് പോയി ജോബിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ധൻഷേട്ടിൻ്റെ അവിടെ പോയി കാർഡും കളക്ട് ചെയ്തിട്ട് പോവാം. കാര്യം കാർഡില്ലാതെ ഡ്രോൺ ഫ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ലൈസൻസ് കൈ വെക്കാതെ വണ്ടി ഓടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ, ഹലോ മച്ചാനെ. വീഡിയോ ഷൂട്ടില്ല, നമ്മുടെ വ്ളോഗ്. വലത് കാലി വെച്ച് കയറാനുള്ള ശ്രമത്തിലാണോ? പുതിയ അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ജോബിഷിനെ എടുത്ത്. ജോബിഷ് ഇതാണ്. ജോബിഷ് സേ ഹായ്. ജോബിഷ് ക്യാമറമാനാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇനിയിപ്പോൾ 5:12 നേരെ ഷാർജയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. കാര്യം എൻ്റെ അടുത്ത് അതിൻ്റെ കോപ്പി ഉണ്ട്, നമ്മളുടെ ഡ്രോൺ ലൈസൻസിൻ്റെ കോപ്പി ഉണ്ട്. ആ ഡ്രോൺ ലൈസൻസിൻ്റെ കോപ്പി മാത്രം മതി. വണ്ടി പുതിയതെന്ന് പറഞ്ഞില്ല. വണ്ടി പുതിയതാ. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണിച്ചിട്ടില്ല, ആരെയും കാണിച്ചിട്ടില്ല. നമ്മൾ വണ്ടിയെ കുറിച്ച് ഒരു പ്രത്യേകം വീഡിയോ എടുക്കുക, അതല്ലേ നല്ലത്. അപ്പോൾ കിടിലൻ ഡ്രോണൊക്കെ വെച്ചിട്ട് നല്ലൊരു ലൊക്കേഷനിൽ പോയിട്ട്. ഇപ്പൊ ചൂട്, അതൊക്കെ ഒന്ന് മാറി. ഭയങ്കര ചൂടായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേർത്ത് കുളിച്ച് ഉള്ള ഗ്ലാമറുകളെ പോയി നശിച്ച് കൊളായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല കിടില സ്ഥലമാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മളുടെ വണ്ടി ഇവിടെ ബാക്കിൽ കിടപ്പുണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണിക്കാം. ഇവിടെ ഫ്ലൈയിങ് ഏരിയ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്, ഫ്ലൈ ചെയ്യാൻ പറ്റിയ. ഇനിയിപ്പോൾ ബാക്കിയുള്ള സംഭവമൊക്കെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ക്യാമറയുണ്ട്. ഞാൻ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ട ഈ ഓസ്മോയിൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇതാണ്. ഇതിനകത്താണ് മാവിക് എയർ. ഒന്ന് സെറ്റപ്പ് ചെയ്യാം. എന്താ മാവിക് എയർ എന്ന് പറയുന്നത് ഭയങ്കര സ്പാർക്കിൻ്റെയും DJI Mavic Proയുടെയും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെർഷനാണ്. എന്നാൽ കുറച്ചുകൂടെ വലുതാണ്. DJI Mavic Proയുടെ അത്ര വലുപ്പമില്ല, ഭയങ്കര കോമ്പാക്റ്റാണ്. നമുക്കിങ്ങനെ ഇത് മടക്കി വെക്കാം. ഇതിൻ്റെ വിങ്സ്, ഈ കാണുന്ന ടൈനി ആൻറ്റിന ഇല്ലേ, ഇതാണ് നമ്മളുടെ സിഗ്നൽസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കൺട്രോളറിന് നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇവിടെ 2 ജോയ്സ്റ്റിക്ക് ഉണ്ട്. ഈ ജോയ്സ്റ്റിക്ക് പിന്നെ ഇതിന് വേണ്ടി ഞാനൊരു മൊബൈൽ വാങ്ങിയായിരുന്നു, ഷവോമിയുടെ Note 7 എന്ന് പറയുന്ന ഫോൺ. ഇതിപ്പം നമുക്ക് 3 ബാറ്ററീസ് ഉണ്ട്. 2 ബാറ്ററി എക്സ്ട്രാ ഉണ്ട്, 1 ബാറ്ററി അതിനകത്തുണ്ട്. അതായത് ഫ്ലൈമോർ കോംബോയാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ബാറ്ററീസ് കിട്ടും, എക്സ്ട്രാ പവർ സ്റ്റേഷൻ കിട്ടും. നമുക്കിത് ചാർജ് ചെയ്ത് വെക്കാം. അപ്പോൾ എനിക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് പറത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഫ്ലൈയിങ് നിങ്ങൾ കണ്ടു. നമ്മൾ അധികമൊന്നും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇപ്പം നമ്മൾ ആക്റ്റീവ് ട്രാക്കിലാണുള്ളത്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതെന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ആക്റ്റീവ് ട്രാക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ റിമോട്ടൊക്കെ ഞാൻ അവിടെ വെച്ചു. ഇപ്പോൾ റിമോട്ടല്ല, എന്നെ ഈ ഡ്രോൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ എടുക്കാനായിട്ട് നമുക്ക്
ഇതുപോലുള്ള ഡ്രോൺ വളരെ ഉപകാരപ്പെടും. ഈ ഡ്രോണിൻ്റെ കൂടുതൽ വിവരങ്ങളും കൂടുതൽ നല്ല വീഡിയോസും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എക്സൈറ്റഡ് ദിവസമായിരുന്നു. ജോബിഷ് നമ്മുടെ കൂടെ വന്നിട്ട് ഇതൊക്കെ വീഡിയോസൊക്കെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വണ്ടി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വണ്ടി ആക്ച്വലി ഇന്ന് ഡെലിവറി ചെയ്തതേ ഉള്ളൂ. ഇന്നാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയത്. Audi Q3 ഏറ്റവും പുതിയ മോഡലാണ് എടുത്തത്. അപ്പം ഇന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടിയ വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതും വേറൊരു വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം ഞാൻ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ഈ ഡ്രോൺ വരും. റിമോട്ട് കൺട്രോളർ അവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജോബിഷ് ഇവിടെ ഇന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി നോക്കാം. ആക്റ്റീവ് ട്രാക്ക് മോഡ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊരു ക്യാമറമാൻ്റെ ആവശ്യമില്ല, വേറെ ആളെ നമ്മളെ ഫോളോ ചെയ്ത് വരണ്ട. നമുക്ക് അത്യാവശ്യം ഒറ്റയ്ക്കുള്ള നല്ല ഷോട്ട്സൊക്കെ എടുക്കാം. പിന്നെ ഈ വീഡിയോ വെറും ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ്. നമ്മളിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് സമയം അധികം ഇല്ല. ഇപ്പം തന്നെ 6:39 ലൈറ്റ് മൊത്തം പോയി. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് ഫാസ്റ്റായിട്ട് ഓടി നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് സജിത്ത് ആൻഡ് ജോബിഷ്. കിലോമീറ്റർ കണ്ടില്ലേ? 8 കിലോമീറ്റർ എന്നാ പറയുന്നത്. 8 കിലോമീറ്ററോ?